വള്ളിക്കോട് അവിടെ പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയ നിലയിലാണ്. ജോലിക്കെത്തിയ 2 ജീവനക്കാർ പുറത്ത് കാത്തു നിൽക്കുകയാണ്. CPI നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, വിവിധ ജില്ലകളിൽ നിന്ന് പലതരത്തിലുള്ള വാർത്തകൾ വരികയാണ്. ഈ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ടത് ആഹ്വാനം ചെയ്ത ആളുകൾ എങ്ങനെയാണ് സമരത്തിനോട് അനുകൂലിക്കാത്ത ആളുകളോട് പ്രതികരിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരികയാണ്. പത്തനംതിട്ടയിലെ സാഹചര്യം എന്താണ്? ഇവിടെ ഈ പ്രദേശത്തുള്ള പ്രശ്നം എന്താണ്? മധു, പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ നിന്നും 5 കിലോമീറ്റർ മാറി വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പുറത്തുനിന്ന് പൂട്ടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ പ്രാദേശിക നേതാവും കൂടിയായിട്ടുള്ള R മോഹനൻ സ്ഥലത്തു നിന്ന് മുങ്ങിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ മുഴുവൻ പ്രവർത്തകരുടെയും ഹാജർ രേഖപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. സീനിയർ ക്ലർക്ക് വിദ്യ അടക്കം 2 ജീവനക്കാർ എത്തിയിട്ട് അവർക്ക് ഓഫീസിന് ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. എന്താണ് മനസ്സിലാക്കുന്നത്? മുഴുവൻ പേരെയും സമരത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണോ? ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം താക്കോൽ ഇവിടെ അടുത്തൊരു വീട്ടിലാണ് സ്ഥിരമായിട്ട് സൂക്ഷിക്കാറുള്ളത്. ഇന്ന് രാവിലെ അവിടെ 10 മണിക്ക് ചെന്നപ്പോൾ താക്കോലില്ല. അപ്പോൾ താക്കോല് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രസിഡന്റ് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് അടുത്ത് പോയി താക്കോൽ എടുക്കാം എന്ന് ചോദിച്ചു. പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ താക്കോൽ ഇന്നിപ്പോൾ ഈ പണിമുടക്കായിട്ട് താക്കോൽ എങ്ങനെയാണ് വിരിയെ തരുന്നത്, തന്നാൽ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചില്ല. കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. താക്കോൽ കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം ജില്ലാ ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്യണോ എന്താണെന്നുള്ള ആലോചിക്കട്ടെ, അതനുസരിച്ച് ചെയ്യാനാണ്. വിദ്യ കൂടാതെ വേറെ ഒരു സ്റ്റാഫ് കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം ആരാണ്? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത നമ്മുടെ ക്ലർക്കാണ്, പവി എന്നാണ് പേര്. അദ്ദേഹത്തിനൊന്ന് ജസ്റ്റ് ഹാജർ രേഖപ്പെടുത്തണമായിരുന്നു. പ്രൊബേഷൻ വേണ്ടി പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് വന്നതാണ്. ഞാൻ ഈ സമരത്തെ അനുകൂലിക്കാത്ത സർവീസ് സംഘടനയുടെ പ്രവർത്തകയാണ്. കേരള NGO സംഘിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ എനിക്കിത് ഹാജർ രേഖപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് പ്രൊബേഷന്റെ കാര്യം കൊണ്ട് അദ്ദേഹത്തിനും ഹാജർ രേഖപ്പെടുത്തണം. ഞങ്ങൾ 2 പേരെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സമരാനുകൂലികളാകാം. അതിൽ നിങ്ങളും സമരം ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം? അതെ, പക്ഷേ ജില്ലാ ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്താണെന്നുള്ളതൊന്ന് തിരക്കി നോക്കട്ടെ. ഇപ്പൊ താക്കോൽ ഇത്രയും സമയം വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ, ഇപ്പൊ എന്താണെന്നുള്ളത് നോക്കട്ടെ. ഓഫീസ് കൂട്ടി താക്കോലുമായി പോയി എന്നുള്ളത് R മോഹൻ നായർ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. രാവിലെ സമരാനുകൂലികൾ റോഡ് തടയുന്ന അടക്കമുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഓഫീസിലേക്ക് എത്തിയാൽ സമരാനുകൂലികളായിട്ടുള്ള ഒരു നാടിന്റെ സ്വത്താണ്, അതിന്റെ താക്കോലെടുത്ത് വീട്ടിൽ വെച്ചിട്ട് പണിമുടക്കല്ലേ, അതുകൊണ്ട് തുറക്കണ്ടായെന്ന് പറഞ്ഞ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയാണ് താക്കോൽ കൊടുക്കാതിരിക്കുന്നത്? ഇതെന്താണ്? പഞ്ചായത്ത് ഒരാളുടെ വീട്ടിലേക്ക് തീരെഴുതി കൊടുത്ത സ്ഥലമാണോ? അതെ, R മോഹനൻ നായരുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം വിശദീകരിക്കുന്നത് രാവിലെ 6 മണി മുതൽ തന്നെ സമരാനുകൂലികൾ റോഡിൽ പുറത്തുണ്ടായിരുന്നു, വാഹനങ്ങൾ തടയുന്നുണ്ടായിരുന്നു. അപ്പോൾ 10 മണിയാകുമ്പോഴേക്കും ഓഫീസിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ തടയാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി രാവിലെ എത്തി താൻ ഇതിന്റെ താക്കോൽ വാങ്ങി പോവുകയായിരുന്നു എന്നുള്ളതാണ്. ജീവനക്കാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സമീപത്തുള്ള ഒരു വീട്ടിൽ ഗോപാലകൃഷ്ണൻ എന്നുള്ള ആളുടെ വീട്ടിലാണ് സ്ഥിരമായി താക്കോൽ ഏൽപ്പിക്കുന്നത്. രാവിലെ ആദ്യം ഓഫീസിലേക്ക് ആരെത്തുന്നു അവരെത്തി താക്കോൽ വാങ്ങി തുറന്ന് അകത്ത് കടക്കുകയാണ് സാധാരണ ചെയ്തത്. പക്ഷെ അത്തരത്തിൽ ഇവിടെ എത്തിയ സമയത്താണ് വിദ്യയ്ക്കും അവരുടെ സഹപ്രവർത്തകനായ ഒരാൾക്കും ഈ കാഴ്ച കാണേണ്ടി വന്നത്. ചുരുക്കത്തിൽ മുഴുവൻ ജീവനക്കാരെയും സമരത്തിന്റെ ഭാഗമാക്കി മാറ്റുക, അല്ലെങ്കിൽ സമ്പൂർണ്ണ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. CPM-ന്റെ പ്രാദേശിക നേതാവ് കൂടിയാണ് R മോഹനൻ നായർ. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ ഇതൊരു പൊതു സ്ഥാപനമാണ്. അതിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഒരു പൊതു മുതലാണ്. അത് എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. അത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. സർക്കാർ ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ഓഫീസുകൾ പൂട്ടിയിട്ട് പോവുക എന്ന് പറയുന്നത് ഏത് രീതിയിൽ പരിഗണിക്കാൻ കഴിയും? സീനിയർ ക്ലർക്കായിട്ടുള്ള ആൾ തന്നെയാണ് പരാതിയുമായി വന്നിട്ടുള്ളത്. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ആളുകളെ ഈ വിഷയം ധരിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രേഖാമൂലം പരാതി കൊടുക്കാനുള്ള ആലോചനയുണ്ടോ? ശരി ശരി, അതെ 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 അതെ, ഇല്ലില്ല, ഒന്നുമില്ല. അതെ 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 അതെ. ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വിഷയം കാട്ടി രേഖാമൂലം പരാതി കൊടുക്കാൻ അങ്ങ് ആലോചിക്കുന്നുണ്ടോ? അത് ഞാൻ ജില്ലാ ഓഫീസിൽ പോയി ഒപ്പിടാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം നമ്മളങ്ങനെ ഒരു പ്രശ്നത്തിനൊന്നുമല്ല. നമ്മൾ ഇന്നത്തെ പണിമുടക്കി അനുകൂലിക്കുന്നില്ല, അപ്പം നമുക്ക് നമ്മുടെ ഹാജർ രേഖപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് ഇഷ്യൂ ആകാൻ അങ്ങനെയൊന്നും ഉദ്ദേശമില്ല. ജസ്റ്റ് ഹാജർ രേഖപ്പെടുത്തുക. ഇവിടെ ഇപ്പൊ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് പറ്റിയില്ല. അപ്പൊ ഇനി ജില്ലാ ഓഫീസിൽ പറ്റുമെന്ന് ഞാൻ ഒന്ന് വിളിച്ച് തിരക്കിട്ട് അവസ്ഥയാണ് അല്ലേ? ഒരു വലിയ സംവിധാനത്തോട്
പൊരുതി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനൊരു യുദ്ധത്തിന് പുറപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. പക്ഷെ അത് സംഘബലമാണ്. ആ സംഘബലം എന്ന് പറയുന്നത് ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ളതാണ്. അവരോട് പോരിന് പോകാനുള്ളതല്ല. അവരവിടെ പോയി ഒന്ന് ഒപ്പിട്ട് പ്രൊബേഷനൊക്കെ അല്ലേ, അങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഈ ഇപ്പോൾ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അതിനോട് അനുകൂലിച്ച് നിൽക്കുക? അത് അവരുടെ ഒരു ഗതികേടാണ്. അത് അംഗീകരിക്കുക, അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത്. അവർക്കും അറിയായിരിക്കും, അവരിപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അനുഭവങ്ങൾ പലതും മുമ്പിലുണ്ടാവും. അവർ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് നിയമപരമായിട്ടൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ അവരിനി എവിടെ കിടക്കേണ്ടി വരും, ഏത് ജില്ലയിൽ പോയി ജോലി ചെയ്യേണ്ടി വരുമെന്ന് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അറിയാലോ. ഒന്ന് പ്രതിഷേധ സ്വരം ഉയർത്തിയാൽ പിന്നെ കിടക്കുക ഒരു ജില്ലകൾക്ക് അപ്പുറത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ പറ്റാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുവിടാം. അങ്ങനെയുള്ള പീഡന മുറകളൊക്കെ KSRTC ശമ്പളം മുടങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി ബോർഡ് എഴുതി അവിടെ വെച്ച് പ്രതികരിച്ചു തോന്നുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ വന്നു. പിന്നീട് അത് മാധ്യമങ്ങളുടെ വാർത്തയെ തുടർന്ന് പിൻവലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ തരത്തിലാണ് സംഘടനാ പ്രവർത്തനം. ഇവിടെ നിങ്ങൾ